ഹലോ, ഞാൻ സേവ ജോൺസൺ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഞാൻ R35 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂളൊക്കെ കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ടൈമിൽ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഫേസ് എന്ന് പറയുന്നത് ഈ മോഡൽ എക്സാം ഫേസാണ്. നമ്മളിപ്പം ആക്ച്വലി കുറേ കാലം നമ്മൾ വീക്ക്ലി ടെസ്റ്റ് എഴുതി കുറേ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ മോഡൽ എക്സാം ഫേസാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി 1 മാസമാണ് നമുക്ക് മോഡൽ എക്സാം എഴുതാൻ സമയം കിട്ടിയത്. ഇപ്പോൾ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ 4 മാസം ഈ മോഡൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഷെഡ്യൂൾ വെച്ചിട്ട് 8 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിനും കറക്റ്റായിട്ട് എക്സാംസും ഉണ്ടാവും, പ്രിപ്പറേറ്ററി മോഡൽസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു കാര്യമാണ് പ്രിപ്പറേറ്ററി മോഡലൊക്കെ എന്ന് എഴുതണോ, പഠിച്ച് തീർന്നിട്ട് എഴുതിയാൽ പോരെ എന്നൊക്കെ. പക്ഷേ മാക്സിമം പ്രിപ്പറേറ്ററി മോഡലും മാക്സിമം മോഡൽ എക്സാമും എഴുതുക എന്താണ് പോയിന്റ്. അതായത് നമുക്ക് എപ്പോഴും അറ്റ് എ പോയിന്റ് നമുക്ക് തോന്നും എല്ലാം പഠിച്ച് തീർന്നിട്ട് നമുക്ക് മോഡൽ എക്സാം എഴുതി തുടങ്ങാമെന്ന്. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. മാക്സിമം ക്വസ്റ്റ്യൻസിനെ കണ്ടു തീർക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. എന്നും എക്സാംസ് എഴുതുക. എക്സാംസ് എഴുതുമ്പം സ്വാഭാവികമായിട്ടും തെറ്റും, കുറേ തെറ്റും. ആദ്യമൊക്കെ നന്നായിട്ട് തെറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കിലൊന്നും നമ്മൾ എത്തുകയില്ല. പക്ഷെ അവിടെ ഒന്നും തളരാതെ എല്ലാ ദിവസവും തെറ്റുന്ന സാധനം അപ്പോഴേ നോട്ട് ചെയ്യുക. തെറ്റുന്ന എന്തൊക്കെയാണോ അത് പഠിച്ചു പോവുക. എന്ന് വെച്ചാൽ ഫുൾ ടോപ്പിക്ക് ഒന്നുകൂടെ കവറപ്പ് ചെയ്യാൻ എല്ലാ ദിവസവും പറ്റണം എന്നില്ല, അല്ലെങ്കിൽ ഓരോ മോഡൽ എക്സാംസിന് മുന്നേ പറ്റണം എന്നില്ല. അപ്പോൾ അത് എന്തൊക്കെയാണോ തെറ്റുന്നത് അത് കവറപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആക്ച്വലി നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് തോന്നും എല്ലാം നമ്മൾ പഠിക്കണോ, ഇനി എത്രയൊക്കെ ബുക്സ് റിവൈസ് ചെയ്യണം, ആരൊക്കെ പറയുന്നത് കേൾക്കണം. ഈ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ ടെൻഷൻ തോന്നുന്ന സമയമാണ്. അപ്പോൾ ആക്ച്വലി ബ്രില്യൻ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ക്ലാസ് ടീച്ചേഴ്സുമാണ്. എനിക്കൊന്നും ആദ്യത്തെ ഫേസിലൊന്നും ഒരു ടെൻഷൻ ഇല്ലാണ്ട് വളരെ കൂളായിട്ട് പഠിച്ചു വന്ന ആളാണ്. പക്ഷെ ലാസ്റ്റ് ആയപ്പം എല്ലാ പിള്ളേർക്കും, ഏത് ടോപ്പറിനും ഏറ്റവും താഴെ കിടക്കുന്ന കുട്ടിക്കും തോന്നുന്ന ആ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത് ആക്ച്വലി എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് സാറാണ്. അത് നമുക്ക് ഒരു ടെൻഷൻ തോന്നുമ്പം നമുക്ക് അവിടെ പറയാൻ ആളുണ്ട് എന്നതാണ് ബ്രില്യൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അതായത് ഏറ്റവും ക്ലാസ് ടീച്ചർ തൊട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് വരെ നമുക്ക് നേരെ പോയി അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അവരെ വിശ്വസിക്കുക, എന്താണ് പഠിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു തരും, അത് വിശ്വസിച്ച് പഠിക്കുക, അതനുസരിച്ച് ചെയ്യുക എന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ആക്ച്വലി മോഡൽ എക്സാം ഫേസാണ് ഇനി വരുന്നത്. ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത്, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഇപ്പം ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടുന്നു എന്നുള്ള വലിയ കാര്യമില്ല. നീറ്റ് ഒരു 1 ഡേ എക്സാം ആണ്. അതിലുള്ള ആ 200 ചോദ്യങ്ങളെയും ടാക്കിൾ ചെയ്യാൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും മോഡൽ എക്സാം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒബ്വിയസ്ലി കൂടുതൽ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും ഉണ്ടാവും. അപ്പോൾ എല്ലാ മോഡൽ എക്സാംസും എഴുതുക, അതിന്ന് നിങ്ങൾ മാക്സിമം ഫ്രൂട്ട്സ് ഉണ്ടാക്കുക. ആൻഡ് അടുത്ത വർഷം ഒന്നുകിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.